തല ഉടലിൽ നിന്നും വേർപെട്ട നിലയിൽ കൈകാലുകൾ പ്ലാസ്റ്റിക് കവറുകളിൽ ട്രെയിനിൽ നിന്നും കിട്ടിയ പെട്ടി തുറന്ന RPF സംഘം കണ്ടത്. ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള ഗോമതി നഗർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സംഭവം. നിർത്തിയിട്ട ട്രെയിനിലെ സ്ലീപ്പർ കോച്ചിൽ നിന്നാണ് ഒരു പെട്ടി കണ്ടെത്തുന്നത്. പതിവ് പരിശോധനയ്ക്കിടെ ആ ട്രങ്ക് പെട്ടിക്കുള്ളിൽ വെട്ടിമുറിച്ച നിലയിലാണ് ഒരു യുവതിയുടെ മൃതദേഹം കാണുന്നത്. ഈ ട്രെയിൻ ചപ്രയിൽ നിന്നെത്തിയതാണ്. ശുചീകരണ തൊഴിലാളികളാണ് രക്തം വാർന്ന നിലയിൽ ഈ പെട്ടി ആദ്യം ശ്രദ്ധിക്കുന്നത്. പെട്ടി തുറന്ന പോലീസ് അപ്പം RPF കണ്ടത് ഏതാണ്ട് 30 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു യുവതിയുടെ തല വേർപെടുത്തിയ നിലയിലുള്ള ഒരു മൃതദേഹം. ഏതാണ്ട് 2 ദിവസത്തെ പഴക്കമുണ്ട് ആ മൃതദേഹത്തിന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ആ മൃതദേഹം അതിക്രൂരമായി കൊലപ്പെടുത്തിയതിൻ്റെ ഭാഗമായി വികൃതമാക്കിയ നിലയിലുമായിരുന്നു. बॉक्स को और बैग को खोला गया तो बॉक्स के अंदर एक डेड बॉडी जिसका केवल धड़ था, सर नहीं था, और हाथ पैर जो कि अलग पॉलीथीन में और बॉडी पॉलीथीन में पैक करके बॉक्स में थी. हाथ और पैक करके बैग में रखे हुए थे. जिसको यह एक महिला का शव है जिसकी उम्र लगभग 25 से 30 वर्ष के आसपास है. इसे नियमानुसार पंचायतनामा होकर पोस्टमार्टम के लिए भेजा गया है. इस में चूँकि 100 का सर नहीं था, इसलिए इसकी पहचान अभी नहीं हो पाई है. पहचान का प्रयास किया जा रहा है और घटना के संबंध में आवश्यक FIR 4 वार्ड में GRP 4 वार्ड में दर्ज की जा रही है. घटना के खुलासे के लिए हमारी 3 टीमें गठित कर दी गई हैं जो घटना के खुलासे के लिए हर संभव प्रयास किया जा रहा है और इसमें यथाशीघ्र अनावरण करके നിയമാനുസാര അഗ്രിം കാർവായി സമ്പാദിക്കുന്നത്. ബീഹാറിൽ നിന്നുമാണ് ഈ ട്രങ്ക് പെട്ടി ആ ട്രെയിനിൽ കയറ്റിയത് എന്നാണ് സംശയിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം, ഏതാണ്ട് 2 ദിവസത്തെ പഴക്കമുണ്ട്. ഈ ട്രെയിനിൻ്റെ റൂട്ട് നോക്കി ഓരോ റെയിൽവേ സ്റ്റേഷനുകളുമായും ഇപ്പോൾ ബന്ധപ്പെടാനുള്ള ശ്രമത്തിലാണ് RPFും പോലീസും. ആ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇത്തരത്തിലൊരു ട്രങ്ക് പെട്ടിയുമായി വന്ന ആളുകളെ കണ്ടെത്താനാണ് ശ്രമം. CCTV ദൃശ്യങ്ങൾ വഴി ഈ പ്രതികളെ കണ്ടെത്താൻ പോലീസ് എന്താണെങ്കിലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷേ അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ എന്നുള്ളതാണ് RPFിന്റെ നിഗമനം. അവരുടെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം 20 മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.